നമസ്കാരം. പള്ളിപ്പുറം ടോക്സിലേക്ക് സ്വാഗതം. പ്രസിദ്ധ രാഷ്ട്രീയ നിരീക്ഷകനായ KM ഷാജഹാൻ തിരക്കിലാണ്. കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകരാരും ഇന്നുവരെ തയ്യാറാകാത്ത ഒരു വിഷയത്തെ പറ്റിയുള്ള സമഗ്ര ഗവേഷണത്തിൽ ആണ് ഷാജഹാൻ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. കേരളത്തിലെ സമുന്നതരായ രാഷ്ട്രീയ നേതാക്കളുടെ പെൺമക്കളെ കുറിച്ചും ഭാര്യമാരെ കുറിച്ചുമൊക്കെയുള്ള ഗവേഷണത്തിലാണ് ഷാജഹാൻ ഇപ്പോൾ. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ, മുൻ മുഖ്യമന്ത്രിമാരായ VS അച്യുതാനന്ദന്റെ മകൾ, ശ്രീ ഉമ്മൻചാണ്ടിയുടെ മകൾ, അത് കഴിഞ്ഞാൽ കോൺഗ്രസ് നേതാവായ KS ശബരിനാഥന്റെ ഭാര്യ ദിവ്യ S അയ്യർ, പിന്നെ MP രാജേഷിന്റെ ഭാര്യ, P രാജീവിന്റെ ഭാര്യ, KK രാഗേഷിന്റെ ഭാര്യ, PK ബിജുവിന്റെ ഭാര്യ, അങ്ങനെ ആ പട്ടിക നീളുന്നു. ആൺമക്കളെ കുറിച്ചോ ആണുങ്ങളെ കുറിച്ചോ ഒന്നുമുള്ള ഗവേഷണമല്ല ഇദ്ദേഹം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ മരിച്ചുപോയവരോ സജീവ രാഷ്ട്രീയത്തിൽ ഇല്ലാത്തവരോ ആയവരുടെ പെൺമക്കൾ ഗുഡ് ബുക്കിലാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ കുറിച്ച് നാക്കുളുക്കുന്നത് വരെ ഭള്ളു പറഞ്ഞ് അവസാനം കോടതി നടപടികളെ കുറിച്ചുള്ള വിവരം കിട്ടിക്കഴിഞ്ഞപ്പോൾ കോടതിയിൽ ഒന്നുമാകാത്ത ആ നടപടികളെ വിസ്തരിച്ച് വിചാരണ ചെയ്ത് ഷാജഹാൻ തന്നെ വിധിയും പ്രസ്താവിച്ചു. അടുത്ത ഊഴം കോൺഗ്രസ് നേതാവ് KS ശബരിനാഥന്റെ ഭാര്യ ദിവ്യ S അയ്യരുടെ നേരെയായി. ദിവ്യ S അയ്യർക്കെതിരെ നമ്മുടെ ചാനൽ സ്റ്റുഡിയോകളിൽ ഉറഞ്ഞാടിയ ഷാജഹാൻ കാണിച്ച പ്രകടനങ്ങളും ആക്രോശങ്ങളും അട്ടഹാസങ്ങളും കണ്ട് മലയാളി അക്ഷരാർത്ഥത്തിൽ അമ്പരന്നുപോയി. ഒരു അവസ്മാര രോഗിയെ പോലെ തുള്ളിയ ഷാജഹാൻ വല്ല പ്രഷറും തലക്കടിച്ച് തലകറങ്ങി വീഴുമോ എന്നുള്ള ഒരു പേടിയോടെ ആണ് മലയാളികൾ ആ ദൃശ്യങ്ങളൊക്കെ കണ്ടത്. അത്രയ്ക്ക് കോപാക്രാന്തനായിരുന്നു അയാൾ. അതിനുശേഷമാണ് അതുകൊണ്ട് അരിശം തീരാഞ്ഞവൻ ആ പുരയുടെ ചുറ്റും മണ്ടി നടന്നു എന്ന രീതിയിൽ മന്ത്രി V രാജീവിന്റെ മുതൽ ഏറ്റവും കൂടുതൽ സ്പീക്കർ AM ഷംസീറിന്റെ ഭാര്യയുടെ വരെ ചരിത്രങ്ങൾ പരിശോധിച്ച് പള്ളു പറച്ചിൽ തുടങ്ങിയത്. ഇയാളുടെ വിചാരം പൊതുപ്രവർത്തകരുടെ ഭാര്യമാർ അല്ലെങ്കിൽ പെൺമക്കൾ അടച്ചിട്ട ഏതെങ്കിലും ഒരു മുറിയിൽ വല്ല പെട്ടിക്കകത്തും കയറിയിരിക്കണമെന്നുള്ള വിശ്വാസക്കാരനാണ് ഇയാൾ. ഊണിലും ഉറക്കത്തിലും ഇയാളുടെ ശിരാപടലങ്ങളിലൂടെ ത്രസിച്ചു നിൽക്കുന്ന പിണറായി വിരോധമാണ് ഇയാളെ ഇതിനൊക്കെ പ്രേരിപ്പിക്കുന്നത് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് മലയാളികൾ അർഹിക്കുന്ന അവജ്ഞയോടെ ഇയാളുടെ ജൽപ്പനങ്ങളെ കണ്ടിട്ടുള്ളൂ ഇതുവരെ. ഏതായാലും ഒന്ന് ഇയാൾ അറിയുന്നത് നന്നായിരിക്കും. കടുക് രോഹിണി, കരിഞ്ചീരകം, തവിട്ട് വേമ്പാട, ചെത്തിവേരിന്റെ തൊലി എന്നിവ സമം ചേർത്ത് അരച്ച് എരിക്കിൻ ചാറൊഴിച്ച് വെയിലത്ത് വെച്ച് കിട്ടുന്ന മിശ്രിതം, അത് ഇയാൾക്ക് നന്നായിരിക്കും. കാരണം മൺസൂൺ കാലത്തെ ചൊറിച്ചിലിനും പുഴുക്കടിക്കും ബെസ്റ്റ് നാട്ടുമരുന്നാണ്. സ്നേഹിതരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സ്നേഹിതർ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക, ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം. നിങ്ങളുടെ പ്രദീപ് കുമാർ.